നിങ്ങൾ നമ്പേഴ്സ് ജസ്റ്റ് എഴുതി വെച്ചതുകൊണ്ടും നിങ്ങൾ എക്സ്പെൻസ് ട്രാക്ക് ചെയ്തുകൊണ്ടും ഇൻകം ട്രാക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ട ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നമ്മൾ ബിസിനസ് ഓണേഴ്സ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സലിൽ അടിച്ച് വെക്കുക. ജസ്റ്റ് എന്താ ട്രാൻസാക്ഷൻസ് ഉള്ളത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബുക്ക് കീപ്പിംഗ് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇല്ല. ഈ പ്രോപ്പർ റിപ്പോർട്ട് വെച്ച് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. സോ അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പർ ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബാങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഹിറ്റായി കഴിഞ്ഞാൽ അതെന്താണെന്നും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും അനലൈസ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ചിലപ്പോൾ അത് ബാലൻസ് ഷീറ്റിലായിരിക്കാം. നമ്മൾ കാണുന്ന ഇൻകം ചിലപ്പോൾ നമുക്കൊരു ലയബിലിറ്റി ആയിരിക്കാം. നമ്മളത് ഇൻകം റെക്കോർഡ് ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് തൊട്ട് നമ്മളെ ഒരു പെറ്റി എക്സ്പെൻസ് വരെ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്താവില്ല, പ്രോപ്പറായിട്ട് ആ സംഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാലൻസസ് കിട്ടുകയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമുക്ക് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാം. മാർക്കറ്റിൽ ഒരുപാടധികം സോഫ്റ്റ്വെയർസ് ഉണ്ട് അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട്. അതിൽ ലീഡിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ നമ്മൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും നമുക്കൊരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടായി കിട്ടുകയും ചെയ്യും. പ്രൊവൈഡഡ് ദാറ്റ് നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും നമ്മൾ പ്രോപ്പറായി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണോ റെക്കോർഡ് ചെയ്യുന്നതെന്ന് നമ്മൾ സൂക്ഷിച്ചേ പറ്റും.